മാറാട് കലാപം കഴിഞ്ഞിട്ട് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു? 2006, 2010, 2011, 2021. അന്നൊന്നും പറയാതെ ഇപ്പൊ പറയുന്നതിന് പ്രസക്തി എന്താ? എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ 110 സീറ്റാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് കൂടുതലല്ലേ? ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേടാനാവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുകയല്ലേ, കിട്ടോ? അപ്പോൾ അത് ഉറപ്പല്ലേ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം ഉറപ്പാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വെച്ചിട്ടാണ് പറയുന്നത്. 4 കോർപ്പറേഷനുകൾ UDF ആണ് ഭരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. ഒരു കോർപ്പറേഷനിലേക്ക് LDF ഒതുങ്ങിപ്പോയി. ജില്ലാ പഞ്ചായത്തുകൾ പകുതി UDF പിടിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിപക്ഷം UDF ആണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് 110ലേക്കൊക്കെ വരിക? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. സംസ്ഥാനത്ത് ഇപ്പൊ 2 ടേമായിട്ട് 10ാമത്തെ വർഷമാണ് ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം പരമ്പരാഗതമായി ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ സാധ്യമാവോ? 2 തവണ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ് സത്യം. അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഓർത്തു നോക്കി. ഈ സംസ്ഥാനത്ത് കടുത്ത സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളുടെ പേരിൽ. അങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നതിന് പകരം അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലാണോ പല ഇടത് നേതാക്കളുടെയും പ്രസ്താവനകൾ? എന്താ ഉറക്കം വരുന്നു? അതൊക്കെ ശുദ്ധ അസംബന്ധം പറയുന്നതാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാതി ധ്രുവീകരണവും മതധ്രുവീകരണവും സംഘടിതമായിട്ട് ജീർണമായ ഫ്യൂഡൽ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടാ തണ്ടി. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് വെള്ളം പൂശാനാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും വീണ് കിട്ടിയ പദം ഉപയോഗിച്ചിട്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇടതുപക്ഷമല്ലാതെ വേറെ ആരാ ഈ മതധ്രുവീകരണത്തിനെതിരായിട്ടും ഈ പറയുന്ന തെറ്റായ നിലപാടുകൾക്കെതിരായിട്ട് പൊരുതാനുള്ളത്? വേറെ ഏത് ശക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ? അങ്ങനെയുള്ള പദങ്ങൾ പോലും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പദങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം വെച്ചുകൊണ്ട് അതാണ് പർവ്വതീകരിച്ച് ഈ പാർട്ടി അങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? മാറാട് കലാപം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാട് കലാപത്തിന് സാധാരണ നിലയിൽ ഒരു പ്രസക്തിയില്ല. പക്ഷേ മാറാട് കലാപം ഉണ്ടാകും, UDF വന്നാലെന്ന് പറയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, പിന്നെ AK ബാലൻ പറഞ്ഞു. മാറാട് കലാപം എന്ന് പറയുന്നത് ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നമാണ്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. അത് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. മാറാട് കലാപം എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചാ ഇങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ മാറാട് 2001 നടന്നല്ലോ. മാറാട് കലാപം നടത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കുന്നത്? UDFന്റേതാണ്. ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരായിട്ട് നിന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാം വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. സാർ, അവൻ പറയുന്ന ഒരു ഒറ്റ അക്ഷരം വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഒരു അന്തവും കൊണ്ടില്ലാത്ത വർത്താനം സാർ അവന്റെ. ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ കലാപം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തിയായ രീതിയിലുള്ള കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിച്ചു പോയാൽ അതാണ് വലിയ വാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ. മാറാട് കലാപം കഴിഞ്ഞിട്ട് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു? 2006, 2010, 2011, 2021. അന്നൊന്നും പറയാതെ ഇപ്പൊ പറയുന്നതിന് പ്രസക്തി എന്താ? എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും എന്തായാലും കുഴപ്പമില്ലാത്ത മാറാട്, 2ാം മാറാട് കലാപത്തിൽ 1ാം മാറാട് കലാപവും 2ാം മാറാട് കലാപവും രണ്ടും നടത്തിയത് അന്നത്തെ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. അതിനൊന്നും ഇല്ലേ? ആ കാലത്തുണ്ടായിട്ടുള്ള ഈ കലാപത്തിന്റെ വാസനയെ ഇപ്പോഴേ ഒന്ന് അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഉടനെ കലാപം നടത്തിയവർക്ക് പരിരക്ഷയും കലാപം നടന്നുപോയി എന്ന് പറയുന്നവർക്ക്
വമ്പിച്ച രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയമാവുന്ന അവസ്ഥയും എന്തിനു വേണ്ടി ഉണ്ടാക്കണം? മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. അതെന്തിനാണ് ഞാനതാ ചോദിക്കുന്നത്. അതൊരു മാറാട് കലാപം എന്തുകൊണ്ടാണ് മുഖ്യ ചർച്ചയാവുന്നത് മാഷ്? അതെനിക്ക് മനസ്സിലാവുന്നില്ലേ. ആവട്ടെ എന്ന്, അതും കൂടി ചർച്ച ആയിക്കോട്ടെ എന്ന്. അടിപൊളി കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. അപ്പോ UDF ഞങ്ങൾക്ക് എന്താ ഇതിന് കുഴപ്പം? UDF UDF-ന്റെ കാലത്തല്ലേ നടന്നത്? അതെ, UDF വന്നാൽ മാറാട് കലാപം ഉണ്ടാവും എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം? കലാപം ഓർക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മാറാട് ഉണ്ടാവും എന്ന് പറഞ്ഞു അത് അവരുണ്ടാക്കും. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലേ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഒറ്റക്ക് UDF-ന്റെ പണിയില്ലേ അത്? അവരല്ലേ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ കാലത്ത് ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. ഇപ്പൊ 10 കൊല്ലമായല്ലോ, ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. അങ്ങനെ അതാ കാര്യം, അതാ ഗ്യാരണ്ടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. LDF-ന്റെ കാലത്ത് ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാവില്ല. UDF-ന്റെ കാലത്ത് ഇമാതിരിയുള്ള കലാപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ല, മാറാട് കലാപം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ബേജാറാകുന്നതാണ്? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മാറാട് കലാപം എന്ന് പറഞ്ഞു. ചർച്ച ഭയങ്കര ചർച്ചയല്ലേ എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട്? അല്ല, ഇതൊരു ഭൂരിപക്ഷം ഭയങ്കര അട്ടഹാസം കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, അതുപോലെ തന്നെ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്. കലാപം നടത്തിയവന് സുരക്ഷ. എന്തിനാ താൻ ചൂടാവുന്നത്? ചൂടാവുന്നല്ലോ. പിന്നെ അത് കൊള്ളാമല്ലോ. എന്നിട്ട് കലാപം നടത്തിയതിനെ പറ്റി പറഞ്ഞവന് ഭയങ്കര ശിക്ഷ. അല്ല, ഇതിൽ അതാ ഞാൻ ചോദിക്കുന്നത്, ന്യായമില്ലെന്ന്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, മതി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിനാണ് CPM ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. മാറാട് കലാപം ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം കണക്കാ. മാറാട് കലാപം കൂട്ടക്കൊലയാണല്ലോ പറയുന്നത്. ഏതാണ്ട് പകുതി ന്യൂനപക്ഷവും പകുതി ഭൂരിപക്ഷവും ഉള്ള. അപ്പൊ ഭൂരിപക്ഷം ഒന്നും ഇല്ല ഇവിടെ. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. മാറാട് കലാപത്തിന്റെ കാര്യം ആദ്യം എടുത്തിട്ട് ആരാ? വെള്ളാപ്പള്ളി നടേശൻ. അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ മാറാട് കലാപത്തിന്റെ കാര്യം പറയുന്നു. എന്താ പറഞ്ഞു? CPM നേതാക്കൾ അതിനെ പിന്തുണയ്ക്കും. അല്ല, നിങ്ങൾ എടുത്തിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? അദ്ദേഹമാണ് മാറാട് കലാപം പറഞ്ഞത്. അത് സംഭവമല്ലേ? UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാവും ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. വർഗീയ കലാപം ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു വിശദീകരണം നൽകി കണ്ടാൽ മതി. ഞാൻ പറയുന്നത് എന്താ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോ പ്രശ്നം? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? അത് നിങ്ങൾ എന്താ ഓർമ്മിപ്പിക്കാൻ തന്നെ ഓർക്കാൻ തന്നെ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ല, കേരളത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഓർക്കാൻ തന്നെ പ്രയാസം? അതിന് പല ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. UDF ഒരു മുസ്ലിം മുന്നണിയാണ്. UDF വന്നാൽ ഇവിടെ ഹിന്ദു കൂട്ടക്കൊല ഉണ്ടാവുന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ആനുഷംഗികമായി കൂട്ടക്കൊല മാത്രമല്ല നടന്നത്, 2 കൂട്ടക്കൊല നടന്നിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? വളരെ വ്യക്തമായ ലക്ഷ്യമാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. ഇപ്പൊ UDF അധികാരത്തിൽ വന്നാൽ ആരാ ആഭ്യന്തരമന്ത്രിയാവുക? കോൺഗ്രസിന്റെ ആളാണ് ഇത്രയും കാലം ആഭ്യന്തരമന്ത്രിയാവുക. എന്റെ ചോദ്യം ഇതാണ്, UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അല്ല, അത് പിന്നെ അതിന് വല്ല സാധ്യതയുണ്ടോ? നടക്കാത്ത കാര്യമാണല്ലോ. ഞാനതാ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഇത് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ എടുക്കാം. ഞാനതല്ലേ പറയുന്നത്. പറഞ്ഞതാ. ആര് പറഞ്ഞാലും ചൂടാവാതെ നിനക്ക് കൊണ്ട ഞാനതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാനില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ചോദ്യം ചോദിക്കണ്ട. ദാണ്ട് കിടക്കുന്നു കൊട്ടയം സത്യം വളച്ചോടിക്കാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. AK ബാലൻ പറഞ്ഞതിനോട് എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അത് പറയാലോ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല. സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം പറയാൻ ഞാനില്ല. അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാതെ ചോദ്യം, വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. കഷ്ടം.